ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ സ്തുതി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസം അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വചനം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കായെന്ന് അവൻ അവനോട് പറഞ്ഞു. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മോടും ചോദിക്കുന്നൊരു ചോദ്യം, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കേണ്ടുന്ന പശ്ചാത്തലം അതേ അധ്യായം അതിൻ്റെ 2 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരും. ശിമോൻ പത്രോസും വേറെ ഒരു ചില ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ ശിമോൻ പത്രോസ് എഴുന്നേറ്റ് അവരോട് പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ ഒരുമിച്ച് പുറപ്പെട്ട് പടക് കയറിപ്പോയി മീൻ പിടിക്കും. സ്തോത്രം. അപ്പോൾ പത്രോസ് ദൈവം തന്നെ വിളിച്ച അല്ലെങ്കിൽ താൻ യേശുവിനെ അനുഗമിച്ച ആ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുവാൻ തീരുമാനിച്ച് അത് പറയുമ്പോൾ തന്നോടുകൂടെ പോരുവാൻ ഒരു കൂട്ടം വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഒരു ചില ശിഷ്യന്മാർ കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെ അവർ ഒരുമിച്ച് അവർ വിട്ടുവന്ന സ്ഥലത്തേക്ക് തന്നെ അവർ പടകും വലയും കടലും ഒക്കെ വിട്ടാണ് യേശുവിനെ അനുഗമിച്ചത്. അതേ സ്ഥലത്തേക്ക് ഇവർ ഒരുമിച്ച് പോകുന്നു. എന്നാൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവർ അതുവരെ മീനൊന്നും പിടിച്ചില്ല. യേശു പറഞ്ഞു, വലത്തു ഭാഗത്ത് വല വീശുവാൻ പറഞ്ഞു. അങ്ങനെ അവർ വീശി ഒത്തിരി മീൻ അവർക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞ ശേഷം യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതേ പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ദൈവ വഴിവിട്ട്, ദൈവം നമ്മെ വിളിച്ച ഉദ്ദേശം വിട്ട്, അല്ലെങ്കിൽ ദൈവിക പദ്ധതിക്ക് അവൻ വ്യതിചലിച്ച് നാം പുറപ്പെടുവാൻ അല്ലെങ്കിൽ നാം നീങ്ങുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ അതിനായി ഉത്സാഹിപ്പിക്കുവാനും നമ്മോടൊപ്പം കൂടുവാനും അവൻ ഒത്തിരി പേരുണ്ടാകും. സ്തോത്രം. ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മെ നയിക്കുവാൻ, നമ്മെ പിന്താങ്ങുവാൻ, അവൻ നമ്മുടെ കൂടെ പോരുവാൻ, സ്തോത്രം, നമ്മെ സഹായിക്കുവാൻ ഒത്തിരി പേര് എഴുന്നേൽക്കും. സ്തോത്രം. അതുകൊണ്ട് നാം അവൻ യേശുവിൻ്റെ സ്നേഹം വിട്ട് നാം ലോകസ്നേഹം തേടി പോകുവാൻ പാടില്ല. ഇവിടെ പത്രോസ് അങ്ങനെ പോയത് കൊണ്ടാണ് യേശുവിന് പത്രോസിനെ കുറിച്ചുള്ള ഉദ്ദേശം വലിയതായതുകൊണ്ട് യേശു ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കാരണം അവർ കൂടെ പോയി ഒരുമിച്ച് യാത്ര ചെയ്തു, മീനൊന്നും പിടിച്ചില്ല. സ്തോത്രം. ഈ കൂടെ പോയവർക്കും യാതൊരു പ്രത്യേകതയുമില്ല. എന്നാൽ യേശുവോ ഈ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ച വീണ്ടും വിട്ടുവന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയ തൻ്റെ ശിഷ്യന്മാരെടുത്ത്, പ്രത്യേകിച്ച് ശിമോൻ പത്രോസിനെ തേടി യേശു കർത്താവ് വീണ്ടും അവരുടെ അടുക്കൽ കടന്നു വരുന്നു. സ്നേഹത്തോടെ അവർക്ക് ആവശ്യമായുള്ളതൊക്കെ യേശു കൊടുക്കുന്നു. പഴയതുപോലെ യേശു അവരുടെ മുൻപിൽ അത്ഭുതങ്ങളെ ചെയ്തു. വീണ്ടും ശിമോൻ പത്രോസിനോട് സംസാരിക്കുന്നു, ഈ യേശുവിനെ, എന്നെ നീ അധികമായി സ്നേഹിക്കുന്നുവോ? സ്തോത്രം. അതേ നാമം ദൈവ വഴി വിട്ട് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളെ വിട്ട് ആത്മീയ നിലവാരം വിട്ട് പതിയെ പിന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ചുറ്റും ഒത്തിരി പേർ ഉണ്ടായിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ദൈവവചനം മൂലം, ദൈവിക ആലോചന മൂലം, പാട്ടുകൾ മൂലം, ദൈവദാസന്മാർ മൂലം, പ്രവാചകന്മാർ മൂലം സ്തോത്രം, ദൈവശബ്ദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കുന്നു, നീ ഇവരിലധികമായി
നിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നോടൊപ്പം കൂടെ നിൽക്കുന്നവരെക്കാളും അധികമായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ നീ എന്നെ സ്നേഹിക്കുന്നു സ്തോത്രം. അങ്ങനെ നാം ആമേൻ നമ്മുടെ കൂടെ ഉള്ളവരെക്കാളും അധികമായി ആമേൻ നമ്മുടെ സാഹചര്യങ്ങളെക്കാളും അധികമായി ദൈവം നമുക്ക് നൽകുന്ന ദാനങ്ങളെക്കാളും അധികമായി എല്ലാറ്റിനേക്കാളും അധികമായി നാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യേശുവിനോട് പ്രിയമുണ്ടെങ്കിൽ ദൈവം വീണ്ടും ആമേൻ സ്തോത്രം അന്ന് പത്രോസിന് കൊടുത്തത് നീ മനുഷ്യരെ പിടിക്കുന്നവനാകും അവൻ. എന്നാൽ ഇപ്പോൾ പറയുന്ന വാഗ്ദത്തം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ സ്തോത്രം. അടുത്ത അധ്യായങ്ങളിൽ തന്നെ നാം വായിക്കുമ്പോൾ നമുക്കറിയുവാനിടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ തന്നെ ആമേൻ സ്തോത്രം ആദിമസഭയുടെ ആദ്യത്തെ പാസ്റ്ററായി തന്നെ ആമേൻ അപ്പോസ്തലൻ പത്രോസ് എഴുന്നേൽക്കുന്നു. തിരുവചനം സ്തോത്രം അതിശക്തമായി സംസാരിക്കുന്നു. അവിടെ അപ്പോസ്തലൻ പൗലോസും പത്രോസും ശിഷ്യന്മാരുമായി കൂടെ എഴുന്നേൽക്കുന്നു സ്തോത്രം. ഇന്ന് ആദ്യം ഇവിടെ അവർ ഒരുമിച്ച് ആമേൻ സ്തോത്രം മീൻ പിടിക്കുവാൻ പോയി. എന്നാൽ അടുത്ത വചനത്തിൽ അവൻ ഈ വാക്ക് യേശു കേൾക്കുമ്പോൾ തന്നെ പത്രോസിൻ്റെ ഹൃദയത്തിൽ അതൊരു ഭയങ്കര ആമേൻ സ്തോത്രം ഇടപെടലായി മാറി. പത്രോസ് അതിന് തന്നെ സമർപ്പിച്ച് കാണും. ആമേൻ അടുത്ത അധ്യായങ്ങളിൽ ആമേൻ സ്തോത്രം ആദ്യത്തെ പാസ്റ്ററായി, ആദ്യത്തെ ശുശ്രൂഷകനായി, ആദ്യത്തെ അപ്പോസ്തലനായി അപ്പോസ്തലൻ പത്രോസിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. 3000 പേർ ഒറ്റ ദിവസം കൊണ്ട് സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതേ തുടർന്ന് അനേക അസാധാരണമായ ദൈവപ്രവൃത്തികളും അവൻ അനേക യേശുവിലേക്ക് ചേരുവാനും കാരണമായി തീർന്നു സ്തോത്രം. ഈ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവെന്ന് സംസാരിക്കുന്നത് നമ്മെ ലോകത്തിലേക്ക് നയിക്കുന്ന, നമ്മെ ദൈവകാര്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവഹിതവും ദൈവിക ആമേൻ നടത്തിപ്പും തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകുമ്പോൾ ആമേൻ സാഹചര്യങ്ങൾ പ്രതികൂലമായി കടന്നു വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ആമേൻ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതിനെയല്ല നാം അധികം സ്നേഹിക്കേണ്ടത്. ആ സാഹചര്യത്തിലും നമ്മെ കൈവിടാതെ, നമ്മെ തള്ളിക്കളയാതെ, വിശ്വസ്തനായി നമ്മെ കരം പിടിച്ച് നാം മുങ്ങിപ്പോകാതെ വണ്ണം, താണു പോകാതെ വണ്ണം, നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം, നശിച്ചു പോകാതെ വണ്ണം, സ്തോത്രം ശൂന്യമായി പോകാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ നടത്തുന്ന ആ കർത്താവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഈ നാടുകൾ വലിയ ദൗത്യങ്ങൾക്കായി, വലിയ പർപ്പസിന് വേണ്ടി കർത്താവ് നമ്മയും എഴുന്നേൽപ്പിക്കും. അന്ത്യകാല റിവൈവലിനായി, അവൻ എൻഡും റിവൈവലിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനാഥ എല്ലാവരെക്കാൾ അധികമായി, എല്ലാറ്റിനേക്കാൾ അധികമായി കർത്താവെ അങ്ങയെ തന്നെ സ്നേഹിക്കുവാൻ, ആ കർത്താവേ ഹല്ലേലൂയ അങ്ങയോട് പ്രിയമുള്ളവരായി മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ ലോകത്തെയും ലോകത്തിലുള്ളതിനെയുമല്ല അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ നാടുകളിലാണെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ കർത്താവ് പർപ്പസ്, അങ്ങയുടെ പ്ലാനുകൾ വലിയതാണല്ലോ കർത്താവെ. അതിനായി ഞങ്ങളെയും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ രോഗത്തോടും ബലഹീനതകളോടും പലവിധമായ പ്രതിസന്ധികളോടും ഭാരത്തോടും സ്തോത്രം വേദനകളോടായിരിക്കുന്ന ഓരോരുത്തരെയും തൊട്ട് സൗഖ്യമാക്കണം, ആശ്വസിപ്പിക്കണം, ജയത്തോടെ കർത്താവ് നടത്തണം. വലിയ ദൗത്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.